ക്ലാസ് 9. സോ അത് നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഈ ഒരു വർഷത്തെ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു അല്ലേ ഇംഗ്ലീഷിൽ. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനും കൊണ്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് എക്സാംസിനായാലും അല്ലാണ്ടായാലും ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെയല്ല, വേറെ ഏത് ചാപ്റ്റർ പഠിച്ചാലും സ്റ്റോറി നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഉറപ്പായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതാണ് ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മിസ്സിനെ ആദ്യമായിട്ട് കാണുന്ന മക്കളുണ്ടെങ്കിൽ മിസ്സിൻ്റെ പേര് ഹരിജ എന്നാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ടൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വർഷം കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്നുള്ള കാര്യം ഓൾറെഡി എല്ലാ ടീച്ചേഴ്സും പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ SSLCയിലേക്ക് പോവുകയാണ് അടുത്ത വർഷം. അതിന് മുമ്പായിട്ട് കടക്കേണ്ട ഒരു വലിയ കടമ്പ തന്നെയാണ് ക്ലാസ് 9 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തീരുമാനം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. കാരണം സ്റ്റാർട്ടിങ്ങേ ആയിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സാമിനർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് 9 മക്കൾക്ക് വേണ്ടിയിട്ട് ആൽഫ ബാച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബാച്ച് ഉണ്ട്. നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. ഇനി ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളാണെങ്കിൽ ഒന്ന് നോക്കുക. ഈ ഒരു ബാച്ചിലോട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇൻ കേസ് അറിയാത്ത മക്കളുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. നിങ്ങൾ ഓൾറെഡി എക്സാമിനറിൻ്റെ ക്ലാസ്സസ് കാണുന്ന മക്കളാണെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ തന്നെയാണ് ലൈവ് ക്ലാസ്സുകൾ നമ്മുടെ ബാച്ചിലേക്ക് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ തീർത്ത് പോകാം കേട്ടോ. ഇനി റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. അതായത് ഇൻ കേസ് നിങ്ങൾക്ക് ആ ഒരു ലൈവ് ക്ലാസ് മിസ്സായിപ്പോയി, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ബാച്ചിൽ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് ആ ക്ലാസ് കിട്ടുന്നുണ്ടാവും. പിന്നെ PDF ക്ലാസ് നോട്ട്സ്, അതുപോലെ തന്നെ PYQ വീഡിയോ സൊല്യൂഷൻസ്, ഇപ്പോൾ ഒരു വർഷത്തെ PYQ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. പിന്നെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വർക്ക്ഷീറ്റ്സും ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസും മോഡൽ എക്സാംസും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ആൽഫ ബാച്ചിലോട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് സെറ്റും കൂടെ അതിന് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പൈസ കൊടുക്കണം. ഇനി നിങ്ങൾക്ക് ഈ ഒരു പൈസ കൊടുത്ത് ഈ ബുക്ക് വാങ്ങേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ, എക്സ്ട്രാ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും എല്ലാം കൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു ബുക്ക് സെറ്റ് തന്നെയായിരിക്കും കേട്ടോ. ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടാവും. അതുപോലെ തന്നെ അഡീഷണൽ ക്വസ്റ്റ്യൻസും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും സോൾവും ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, യെസ്. അപ്പോൾ അത് നിങ്ങളുടെ താല്പര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബുക്ക് സെറ്റും കൂടെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഒരു വർഷത്തേക്ക് നിങ്ങൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് അടയ്ക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് 2999 ആണ്. ഓക്കെ, ബാച്ചിലോട്ട് നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ 2999 കൊടുത്തിട്ട് വേഗം തന്നെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ നോക്കുക. കാരണം അടിപൊളിയായിട്ട് നമ്മളിവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ലൈവ് ക്ലാസ്സിലൂടെ നമ്മുടെ ഒപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് മാത്രമല്ല, ഡൗട്ട്സ് ഒക്കെ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. നോട്ട്സും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ട് ആൽഫ ബാച്ച് സെറ്റാണ്. സോ വേഗം തന്നെ നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ നോക്കാം. ബാക്ക് ടു അവർ ടോപ്പിക്. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഒരാളെയാണ്. നിങ്ങൾ ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ആ ഒരു ബോയ് ഉണ്ട് അല്ലേ. അപ്പോൾ അവൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കോ. കാരണം നിങ്ങൾക്ക് എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഹാഫ് എ ഡേ എന്നുള്ള നമ്മുടെ ചാപ്റ്റർ ആയിരുന്നു, ഫസ്റ്റ് ചാപ്റ്റർ ഇത് എഴുതിയിട്ടുള്ളത് നഗീബ് മെഹ്ഫൂസ് ആയിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ടെക്സ്റ്റ് ബുക്കിലുള്ള ഫസ്റ്റ് ആക്ടിവിറ്റി ആണത്. ഹാഫ് എ ഡേ എന്നുള്ള ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. ഫിസിക്കൽ അപ്പിയറൻസും പേഴ്സണാലിറ്റി ട്രീറ്റ്സും അതുപോലെ റോൾ ഇൻ ദ സ്റ്റോറി, അനാലിസിസ് ഓഫ് എക്സ്പ്രഷൻസ്, റിമാർക്സ് ബൈ ദ ഓതർ, റിയലൈസേഷൻ, ഇങ്ങനെ ഒരു കുറച്ച് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആരെ പറ്റിയിട്ടാണ്? നമ്മുടെ ബോയിനെ പറ്റിയിട്ടാണ് നമ്മളിതൊക്കെ എഴുതേണ്ടത് കേട്ടോ. അങ്ങനെ ഇതൊക്കെ പോയിന്റ്സ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമ്മൾ ക്യാരക്ടർ സ്കെച്ച് എഴുതാ ചെയ്യുക. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഓരോ ക്യാരക്ടേഴ്സ് ഇല്ലേ. ഇപ്പോൾ മിസ്സിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. മിസ്സിൻ്റെ ക്യാരക്ടർ അനുസരിച്ച് ചില ട്രീറ്റ്സ്, ചില പ്രത്യേകതകൾ മിസ്സിനുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടാവും അല്ലേ. നിങ്ങൾ ചിലപ്പോൾ എപ്പോഴും ഹാപ്പി ആയിട്ടൊരു ആളായിരിക്കാം, അല്ലെങ്കിൽ എപ്പോഴും സാഡ് ആയിട്ടിരിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ബാക്കിയുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ഒരു വൈബ് അടിച്ച് നടക്കുന്ന ഒരു സ്പിരിറ്റ് ആയിരിക്കും അല്ലേ. ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു സ്പിരിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ പല പ്രത്യേകതകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ പ്രത്യേകതകളൊക്കെ വെച്ച് നമ്മളൊരു സ്റ്റോറി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോറി വായിക്കുമ്പോൾ അതിൽ മെയിൻ ക്യാരക്ടറാണോ, അല്ലെങ്കിൽ അയാളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഫിസിക്കലി അയാളെ കാണാൻ എങ്ങനെയാണ്, അതുപോലെ കഥയിലുടനീളം അയാൾക്ക് മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് എഴുതുന്നതിനെയാണ് കഥാപാത്ര നിരൂപണം എന്ന് മലയാളത്തിൽ പറയാം അല്ലേ. സെയിം സാധനം തന്നെയാണ് ഈ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് നോക്കാം നമ്മുടെ ബോയുടെ ഫിസിക്കൽ അപ്പിയറൻസ് എന്താണ്. നമുക്ക് ഈസി ആണല്ലേ. അവനൊരു ഗ്രീൻ യൂണിഫോം ഇട്ടിട്ടുണ്ട്, ബ്ലാക്ക് ഷൂസ് ഉണ്ട്, റെഡ് ടാർബൂഷ് ഉണ്ട്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കണ്ടിട്ടുള്ള കാര്യമാണ്, അതെടുത്ത് എഴുതി. ഇനി പേഴ്സണാലിറ്റി ട്രീറ്റ്സ് എന്തൊക്കെ എഴുതാൻ പറ്റും? ഹി ഈസ് എഫ്രൈഡ് ഓഫ് ലീവിങ് ദ ഇൻറ്റിമസി ഓഫ് ഫാമിലി. ഹി ഈസ് ഇനിഷ്യലി ഷൈ ടു ഇൻട്രാക്ട് വിത്ത് അതർ ചിൽഡ്രൻ ബട്ട് ദെൻ ക്വിക്ലി അഡാപ്റ്റ് ടു ദ ന്യൂ എൻവയറമെൻറ്റ്. എന്തൊക്കെയായിരുന്നു? അവൻ ആദ്യം തന്നെ വീടിൻ്റെ ഒരു കംഫർട്ടൊക്കെ വിട്ടു പോകാൻ വേണ്ടി ഭയങ്കര എഫ്രൈഡ് ആയിരുന്നു അല്ലേ, ഭയങ്കര പേടിച്ചിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇനിഷ്യലി തുടക്കത്തിൽ അവൻ ഷൈ ആയിരുന്നു, ഭയങ്കര നാണം കുടുങ്ങിയായിരുന്നു ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി. പക്ഷേ പിന്നീട് എന്താണ്, അതുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്, പുതിയ ആ ഒരു എൻവയറമെൻറ്റിനെ അഡാപ്റ്റ് ചെയ്ത്
പോകുന്നുണ്ട്. മാത്രമല്ല അവൻ ഇന്നസെൻ്റ് ആണ് നമുക്ക് എഴുതാം അല്ലേ. കാരണം എന്താണ്, അവൻ ചോദിക്കുന്നുണ്ട് ഞാൻ എന്താണ് എനിക്ക് പണിഷ്മെൻറ്റ് തരുന്നതല്ലേ, ഞാൻ കുറുമ്പ് കാണിച്ചുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ. ഞാൻ ഇനി ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വളരെ ഇന്നസെൻ്റ് ആണെന്നുള്ള കാര്യം പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സിൽ എഴുതാം കേട്ടോ. ഇനി അനാലിസിസ് ഓഫ് എക്സ്പ്രഷൻസ് ഓർ റിമാർക്സ് ബൈ ദ ഓതർ ഓർ അതർ ക്യാരക്ടേഴ്സ്. ഈ ഒരു ക്യാരക്ടർ ആര്, നമ്മുടെ ബോയിനെ പറ്റിയിട്ട് റൈറ്റർ അല്ലെങ്കിൽ മറ്റ് ക്യാരക്ടേഴ്സൊക്കെ എന്തെങ്കിലും ഒരു റിമാർക്സ് പറയുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്നുണ്ടോ, അവനെപ്പറ്റി വല്ലതും പറയുന്നുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളാണ് ആ സ്റ്റോറിയിൽ അവനെ പറ്റി പറയുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ദ ഓതർ ഡെപിക്ട്സ് ദ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ഓഫ് ദ നെറേറ്റർ ഫ്രം ഹിസ് ചൈൽഡ്ഹുഡ് ടു ഓൾഡ് ഏജ് അല്ലേ. ഓതർ എന്താണ് ഡെപിക്ട് ചെയ്യുന്നത്, അവൻ ചെറുതിലേ മുതൽ അവൻ വലുതാവുന്നവരെ അല്ലേ, ഓൾഡ് ഏജിൽ എത്തുന്നവരെയുള്ള കാര്യങ്ങളാണ് ഡെപിക്ട് ചെയ്യുന്നത്. ഇനിയോ ഹി ക്ലിയർലി ഷോസ് ദിസ് ട്രാൻസ്ഫോർമേഷൻ. അദ്ദേഹം എന്താണ് കറക്റ്റായിട്ട് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്നുണ്ട്. ഇൻ ദ ബിഗിനിങ്, തുടക്കത്തിൽ ദ ചൈൽഡ് ഈസ് കൺഫ്യൂസ്ഡ് ആൻഡ് എക്സൈറ്റഡ്. കുട്ടി എങ്ങനെയാണ്, ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, ദെൻ എക്സൈറ്റഡും കൂടെയാണ് അല്ലേ, രണ്ടും കൂടെ ആയിട്ടാണ്. അവൻ ആദ്യമായിട്ടാണ് സ്കൂളിൽ പോകുന്നത്. ഇൻ ദ എൻഡ്, അവസാനം ദ ഓൾഡ് മാൻ ഫീൽസ് ഇറിറ്റേഷൻ ആൻഡ് ഫ്രസ്ട്രേഷൻ. നമുക്ക് കാണുന്ന ഓൾഡ് ഏജിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും, ഒരു ഫ്രസ്ട്രേഷൻ വരും. അപ്പോൾ അതേ കാര്യങ്ങളാണ് ഓൾഡ് ഏജിൽ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള റിമാർക്സ് ഓതർ ഈ സ്റ്റോറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് എഴുതുന്നു. ദെൻ റോൾ ഇൻ ദ സ്റ്റോറി നമുക്കറിയാം അല്ലെ, മെയിൻ ക്യാരക്ടറാണ്. അപ്പോൾ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി, ഇൻ ദ ബിഗിനിങ് വി സീ ഹിം ആസ് എ ചൈൽഡ് ആൻഡ് ഇൻ ദ എൻഡ് വി സീ ഹിം ആസ് എൻ ഓൾഡ് മാൻ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ മെയിൻ ക്യാരക്ടർ ആണെന്നറിയാം, സ്റ്റാർട്ടിങ്ങിൽ അവൻ കുഞ്ഞു കുട്ടിയായിട്ട് ഒരു ബബ്ലു അല്ലേ, ഒരു നല്ലൊരു പയ്യനായിട്ടാണ് കാണുന്നത്, കുഞ്ഞിതാണ്. പിന്നെ അദ്ദേഹം വലുതായിട്ട് നല്ല ഒരു അച്ചച്ചനായിട്ട് മാറുന്ന വരെയുള്ള ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ആ ക്യാരക്ടറിനെ ഇവിടെ ഒരു ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ദ റൈറ്റർ ഡെപിക്ട്സ് ഹ്യൂമൻ ലൈഫ് സൈക്കിൾ ത്രൂ ദ ഐഡിയ അല്ലെങ്കിൽ ത്രൂ ദ റോൾ. ഈ ഒരു റോളിലൂടെ, ഈ ഒരു ബോയുടെ റോളിലൂടെ നമ്മുടെ ഓതർ എന്താ ശരിക്കും ചെയ്തിട്ടുള്ളത്, ഒരു ഹ്യൂമൻ ലൈഫ് എങ്ങനെയാണ്, ഒരു കുട്ടി ജനിക്കുന്നു അല്ലേ, അവൻ കുഞ്ഞിതായിരിക്കുന്നു, അവൻ പിന്നെ എന്താണ് സ്കൂളിലേക്ക് വിടുന്നു, ആ സ്കൂളിലുള്ള അവൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നു, പേഴ്സണൽ ലൈഫിൽ അവന് ഗ്രോത്ത് ഉണ്ടാകുന്നു, അവൻ വലുതാവുന്നു, ഒരു ജോലി കിട്ടുന്നു അല്ലെങ്കിൽ വയസ്സാകുന്നു അല്ലേ, അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട് നമ്മുടെ ഹ്യൂമൻ ലൈഫിനൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള ഹ്യൂമൻ ലൈഫിനെ ഈ ഒരു റോളിലൂടെ അദ്ദേഹം എന്താ ചെയ്തേക്കാണ്, പ്രസൻറ്റ് ചെയ്തേക്കാണ് അല്ലെങ്കിൽ ഡെപിക്റ്റ് ചെയ്തേക്കാണ് കേട്ടോ. അപ്പോൾ അതാണ് റോൾ ഇൻ ദ സ്റ്റോറിയിൽ നമ്മൾ എഴുതേണ്ടത്. ഇനി റിയലൈസേഷൻ, എന്തെങ്കിലും റിയലൈസേഷൻ ഉണ്ടാകുന്നുണ്ടോ നമ്മുടെ ക്യാരക്ടറിന്? ഓഫ് കോഴ്സ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. ദോ സ്കൂൾ ലൈഫ് വാസ് എക്സൈറ്റഡ്. സ്കൂൾ ലൈഫ് ആദ്യമൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ഒക്കെ ആയിരുന്നു, പക്ഷേ ഇറ്റ് വാസ് നോട്ട് ഓൾവേസ് സ്വീറ്റ്. എപ്പോഴും സ്വീറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അല്ല. നമുക്ക് തന്നെ അറിയാമല്ലേ, ഹോംവർക്ക് ഒക്കെ തന്നു കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചിലപ്പോൾ മാത്സിൻ്റെ പ്രോബ്ലംസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സംടൈംസ് ഡെസലേറ്റഡ് വിൻസ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻസ് ഒക്കെ. ചില സമയത്ത് എന്താണ് പൊടിക്കാറ്റുകളും അതുപോലെ കുറച്ച് വഴക്കുകളും കാര്യങ്ങളൊക്കെ അല്ലേ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആക്സിഡൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ എന്താണ്, ദേ ഹാഡ് ടു ബി അലേർട്ട്. അവരെപ്പോഴും സൂക്ഷിച്ചിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം. എപ്പോഴാണ് വഴക്കുണ്ടാവുക തല്ലുണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. ചില കോമ്പറ്റീഷനൊക്കെ പോയി എന്താണ് നമുക്ക് ഭയങ്കര വീറും വാശിയും കൂടി തല്ലാവും. പിന്നെന്താ, റൈവൽറീസ് ബ്രോട്ട് പെയിൻ ആൻഡ് ഹേറ്റ്രെഡ് വിച്ച് ലെഡ് ടു ഫൈറ്റ്സ്. നമുക്കറിയാം റൈവൽറീസ്, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ അല്ലേ, ഇപ്പോൾ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ നടന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ആർഗ്യുമെൻ്റായി, പിന്നെ എന്താണ് നമ്മൾ കാണുന്നതാണ് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ വലിയ ക്ലാസ്സിലുള്ള അല്ലേ, അവരൊക്കെ വഴക്കെടും. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഹേറ്റ്രഡ് എന്ന് വെച്ചാൽ വെറുപ്പ് അല്ലേ, പിന്നെ പെയിൻ, അതൊക്കെ കാരണമാകുന്നു, അതൊക്കെ കോസ് ചെയ്യാണ്. ദ ലേഡി സംടൈംസ് സ്കോൾഡഡ് ആൻഡ് പണിഷ്ഡ് ഹിം. ഇവിടെ ലേഡി എന്ന് പറയുന്നത് ടീച്ചേഴ്സ് അല്ലേ, ടീച്ചേഴ്സ് സംടൈംസ് സ്കോൾഡ് ചെയ്തു അല്ലെങ്കിൽ പണിഷ് ചെയ്തു, വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ എന്താണ് പണിഷ് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു റിയലൈസേഷൻ ഉണ്ടാകുന്നുണ്ട്. സ്കൂൾ ലൈഫ് എപ്പോഴും ഈസി അല്ല, എപ്പോഴും സ്വീറ്റ് അല്ല എന്നുള്ള റിയലൈസേഷൻ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, യെസ്. ഇനി നമ്മളെടുത്തൊരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എഴുതാലോ, സിമ്പിളാണ്. ഇപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ്. ഇൻട്രൊഡക്ഷനിൽ എന്താണ് കൊടുക്കുന്നത്? ദ നരേറ്റർ ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഹാഫ് എ ഡേ. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി, ഇതിൽ നിങ്ങൾക്ക് ഹാഫ് എ ഡേ എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ബൈ എന്ന് പറഞ്ഞിട്ട് എഴുതാം കേട്ടോ. ഇനി ഇൻ ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി വി ക്യാൻ സീ ദ നരേറ്റർ ആസ് എ ചൈൽഡ് ഹു ഇസ് ടേക്കൻ ടു സ്കൂൾ ബൈ ഹിസ് ഫാദർ ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് സ്കൂളിലേക്ക് തൻ്റെ അച്ഛൻ്റെ കയ്യും പിടിച്ച് പോകുന്ന ഒരു കുട്ടിയായിട്ടാണ് നമ്മൾ നരേറ്ററിനെ തുടക്കത്തിൽ കാണുന്നത്. ഇനി ആ ക്യാരക്ടർ ട്രീറ്റ്സ് ആണ് അടുത്ത ഒരു പാരഗ്രാഫായിട്ട് എഴുതുന്നത്. അദ്ദേഹം എക്സൈറ്റഡ് ആണ്, ആൻഷ്യസ് ആണ്. ഹി ഡസ് നോട്ട് വാണ്ട് ടു ലീവ് ഹിസ് ഹോം വെൻ ദേ റീച്ച് അറ്റ് സ്കൂൾ. ഓക്കെ, അപ്പോൾ അവൻ എന്താണ് ആൻഷ്യസ് ആണെന്ന് പറയുമ്പോൾ അവന് വീട് വിട്ട് പോകണമെന്നില്ല, അവന് സ്കൂളിലേക്ക് പോകണം എന്ന് ഇല്ല. പക്ഷേ വെൻ ദേ റീച്ച് അറ്റ് സ്കൂൾ ഹി ഈസ് ഷൈ ടു ഇൻട്രാക്ട് വിത്ത് അതർ ചിൽഡ്രൻ. അവർ സ്കൂളിലെത്തുമ്പോൾ എന്താണ് മറ്റു ചിൽഡ്രനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ അവൻ ഷൈ ആണ്. ഹി ഈസ് വെരി ഇന്നസെൻറ്റ് ദാറ്റ് ഹി തിങ്സ് സ്കൂൾ ഈസ് എ പണിഷ്മെൻറ്റ്. ഭയങ്കര ഇന്നസെൻ്റ് ആണ്, അവൻ ചിന്തിക്കുന്നത് എന്താണ്, സ്കൂൾ എന്ന് പറയുന്ന ഒരു പണിഷ്മെൻ്റ് ആണ് എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതാണ് ക്യാരക്ടർ ട്രേറ്റ്സിൽ നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇനി ക്യാരക്ടർ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് അടുത്ത പാരഗ്രാഫിൽ അല്ലെങ്കിൽ അടുത്ത പോർഷനായിട്ട് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൽ എന്തൊക്കെ എഴുതാം? ഗ്രാജുവലി, പതുക്കെ ഹി അണ്ടർസ്റ്റാൻഡ്സ് ആൻഡ് ആക്സെപ്റ്റ്സ്
ദ സ്കൂൾ ലൈഫ്. എങ്ങനെയാണ് സ്കൂൾ ലൈഫ് എന്നുള്ള കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, ആക്സെപ്റ്റും ചെയ്യുന്നു. ഹി മെയ്ഡ് ഫ്രണ്ട്സ് ആൻഡ് ഫെൽ ഇൻ ലവ്. ഓഫ് കോഴ്സ് എന്താണ്, അവൻ ഫ്രണ്ട്സിന് ഉണ്ടാക്കി, അതുപോലെ തന്നെ ചില പെൺകുട്ടികളൊക്കെ ഇഷ്ടമാവുന്നുണ്ട് അല്ലേ. ദിസ് ആക്സെപ്റ്റൻസ് ഷോസ് ഹിസ് ഗ്രോത്ത്. ഈ ആക്സെപ്റ്റൻസ് ആണ് അവൻ്റെ ഗ്രോത്ത് കാണിക്കുന്ന കാര്യം. ഹി ലേൺസ് ദ അൺസർട്ടൻ നേച്ചർ ഓഫ് ലൈഫ് ആൻഡ് ലേൺ ടു ആക്സെപ്റ്റ് ഇറ്റ്. അതുപോലെ തന്നെ അവൻ്റെ അൺസർട്ടൻ ആയിട്ടുള്ള, അനിശ്ചിതപരമായിട്ടുള്ള, എപ്പോഴാണ് എന്താ സംഭവിക്കാന്ന് അറിയില്ല അല്ലേ, അങ്ങനെയുള്ള ലൈഫ് അവൻ മനസ്സിലാക്കുന്നതും ലേൺ ചെയ്യുന്നതും ആക്സെപ്റ്റ് ചെയ്യാൻ ലേൺ ചെയ്യുന്നതൊക്കെ അവിടെ നിന്നാണ്. ഇൻ ദ എൻഡ് ഓഫ് ദ സ്റ്റോറി, സ്റ്റോറിയുടെ എൻഡ് ഭാഗത്തിൽ ദ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ചൈൽഡ്ഹുഡ് ടു ഓൾഡ് ഏജ് ഓഫ് ദ നെറേറ്റർ ക്യാൻ ബി സീൻ. നമുക്ക് ഒരു ചൈൽഡ്ഹുഡിൽ നിന്നും ഓൾഡ് ഏജിലോട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ കാണാനായിട്ട് സാധിക്കുന്നു. ഹി വണ്ടേഴ്സ് അറ്റ് ദ ചേഞ്ചസ് ദാറ്റ് ഹാഡ് ഒക്കേർഡ് ഇൻ ദ സറൗണ്ടിങ്സിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ കണ്ടിട്ടാണ് ഞെട്ടിപ്പോകുന്നുണ്ട് അല്ലേ. ഹി ബിഗെയിം ഇംപേഷ്യൻറ്റ് ബിക്കോസ് ഓഫ് ദ ബസ്ലിംഗ് സ്ട്രീറ്റ്. ആ ബസ്ലിംഗ് സ്ട്രീറ്റ് കാരണം കൊണ്ട് എന്താണ്, ഇംപേഷ്യൻ്റ് ആവുന്നുണ്ട്. ഹി എക്സിബിറ്റ്സ് ഇറിറ്റേഷൻ ആൻഡ് ഇറിറ്റേഷനും ഫ്രസ്ട്രേഷനും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകുന്നത്. ആദ്യം തന്നെ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു കുട്ടി, ഒന്നും അറിയാത്തൊരു കുട്ടി സ്കൂളിലോട്ട് പോകുന്നു, സ്കൂളിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കുന്നു, സ്കൂൾ ലൈഫ് ആക്സെപ്റ്റ് ചെയ്യുന്നു, അവിടെ തന്നെ അവൻ്റെ ഗ്രോത്തും സംഭവിക്കുന്നുണ്ട്. ദെൻ ആഫ്റ്റർ ദാറ്റ് അവനൊരു ഓൾഡ് മാൻ ആയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഓൾഡ് മാൻ ആകുമ്പോൾ ഓൾഡ് ഏജിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഫ്രസ്ട്രേഷൻ ഉണ്ട്, ഒരു വണ്ടർ വരുന്നുണ്ട്, സർപ്രൈസ്ഡ് ആവുന്നുണ്ട്, കാരണം സറൗണ്ടിങ്സ് ഒക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡെവലപ്മെൻ്റ് ഒക്കെ കാണിക്കാം. അവസാനം ഒരു ഇറിറ്റേഷനും ഫ്രസ്ട്രേഷനുമാണ് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, സർപ്രൈസ്ഡ് ആണ് അല്ലെങ്കിൽ ഷോക്ക്ഡ് ആണ് ആ ഒരു ചേഞ്ചസിൽ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തിൽ എഴുതാം, ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൽ എഴുതാൻ പറ്റും. ഇനി മൈ ഒപ്പീനിയൻ, നിങ്ങളുടെ ഒപ്പീനിയൻ എഴുതാം കേട്ടോ. ഇൻ മൈ ഒപ്പീനിയൻ ദിസ് ക്യാരക്ടർ ഇസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഓൾ ഹ്യൂമൻ ബീങ്സ്. എല്ലാ ഹ്യൂമൻ ബീങ്സിൻ്റെയും റെപ്രസെൻറ്റേറ്റീവ് ആണ് ഈ ഒരു റോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. കൺക്ലൂഷൻ എന്ത് എഴുതാം, ദ റൈറ്റർ ഷോസ് ഹ്യൂമൻ ലൈഫ് സൈക്കിൾ ത്രൂ ദിസ് റോൾ. ഈ ഒരു റോളിലൂടെ ഹ്യൂമൻ ലൈഫ് സൈക്കിളാണ് കാണിക്കുന്നത്. ഇൻ ദ beginning the character was clutching his hands, father's hands tightly, while in the end he clutches a young lad's hands. അല്ല, ഇതൊരു കാര്യമാണ് അല്ലേ. ബിഗിനിങ്ങിൽ അച്ഛൻ്റെ കൈ ഇങ്ങനെ ക്ലച്ച് ചെയ്ത് മുറുക്കെ പിടിച്ചിട്ടാണ് അവൻ പോകുന്നത് അല്ലേ. അച്ഛൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് പോകുന്ന ഒരു കുഞ്ഞു കുട്ടിയായിരുന്നു അവൻ. പക്ഷേ അവസാനത്തിൽ എന്താണ്, ഓൾഡ് ഏജ് ആയപ്പോഴും വീണ്ടും ഡിപ്പെൻഡ് ചെയ്യുകയാണ് അല്ലേ. വേറൊരാൾ, ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അയാളെക്കാളും വയസ്സിന് താഴെയുള്ള ഒരു കുഞ്ഞു ചെക്കൻ്റെ, ഒരു കുഞ്ഞു പയ്യൻ്റെ കൈയാണ് മുറുക്കെ പിടിച്ചിട്ടുള്ളത്. ദിസ് ഷോസ് ദ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ചൈൽഡ്ഹുഡ് ടു ഓൾഡ് ഏജ്. അപ്പോൾ ഇതാണ് കാണിച്ചു തരുന്നത് എന്ത്, ആ ചൈൽഡ്ഹുഡിൽ നിന്നും ഓൾഡ് ഏജിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഇത് കാണിച്ചു തരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം, ക്യാരക്ടർ സ്കെച്ച് എഴുതാം. ഇനി നമ്മളിപ്പോൾ ഇത്ര നേരം നമ്മൾ ഈ ഹെഡിങ് വെച്ചിട്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത് അല്ലേ. നിങ്ങൾ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ഹെഡിങ് എഴുതേണ്ട ആവശ്യമില്ല. ആകെ എഴുതേണ്ടത് എന്താ, ക്യാരക്ടർ സ്കെച്ച് ഓഫ് എന്ന് പറഞ്ഞിട്ട് ആരുടെയാണ്, ഓഫ് ദ ബോയ് അല്ലെങ്കിൽ നരേറ്റർ ഹെഡിങ് കൊടുക്കുന്നു. പിന്നെ ഒരുമിച്ച് അങ്ങോട്ട് എഴുതാ ചെയ്യാം, പാരഗ്രാഫ് തിരിച്ചിട്ട് ഒരുമിച്ച് അങ്ങോട്ട് എഴുതാ ചെയ്യാം കേട്ടോ. അല്ലാതെ ഇങ്ങനെ സബ് ഹെഡ്സ് വെച്ചിട്ട് എഴുതണ്ട. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം, നമ്മൾ ആദ്യം തന്നെ റോൾ എഴുതണം അല്ലേ. ഇൻട്രൊഡക്ഷൻ എഴുതണം, റോൾ എഴുതണം, അതുപോലെ ക്യാരക്ടറിൻ്റെ ട്രീറ്റ്സ്, ഫിസിക്കൽ അപ്പിയറൻസും കൂടെ ഇതിൽ ഉൾപ്പെടുത്തണം കേട്ടോ. ഇപ്പോൾ നമ്മൾ എഴുതിയിൽ ഫിസിക്കൽ അപ്പിയറൻസ് ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതിയിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് അറിയാലോ എഴുതാൻ. അപ്പോൾ അത് ഫസ്റ്റ് തന്നെ എഴുതാം. അതിനുശേഷം എന്തെഴുതാം, ക്യാരക്ടർ ട്രീറ്റ്സ് എഴുതണം, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ട്രീറ്റ്സ്, അയാൾ എങ്ങനത്തെ ഒരാളാണ് എന്നുള്ള കാര്യങ്ങൾ എഴുതാം. പിന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് ത്രൂ ഔട്ട് ദ സ്റ്റോറി ആ ഒരു ക്യാരക്ടറിന് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം, പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻ എഴുതാം, അവസാനം കൺക്ലൂഷൻ. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയുള്ള സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഇനി അങ്ങോട്ട് കുറേ സ്റ്റോറീസ് ഒക്കെ നമ്മൾ പഠിക്കാൻ കിടക്കുവാണ്. അപ്പോൾ ഓരോ സ്റ്റോറീസിൽ നിന്നും ഓരോ ക്യാരക്ടറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇപ്പോൾ തന്നെ പഠിച്ചു വയ്ക്കുക എങ്ങനെയാണ് ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടത് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സ് മിസ് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് മിസ്സിനൊന്ന് അറിയിക്കുക യൂസ്ഫുൾ ആണെന്നുള്ള കാര്യം. അപ്പോൾ മിസ് വീണ്ടും വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ നോക്കുക. നമുക്ക് അടിച്ചു പൊളിച്ച് ഈ ഒരു വർഷം തൂക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അടുത്ത വർഷത്തേക്ക് നമ്മൾ SSLCയിലെ കുട്ടികളാവാൻ പോവാണ്. സോ ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങാം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ക്ലാസ് 9 തകർത്ത് പഠിക്കണമെങ്കിൽ ഒട്ടും പഠിക്കേണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ആൽഫാ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കാണാം. എന്തായാലും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. ബൈ ബൈ.